ലീഗിന്റെ കൊടി വേണ്ട, കോൺഗ്രസിന്റെ കൊടി വേണ്ട. അങ്ങനെ സ്വന്തം പാർട്ടിയുടെ കൊടി ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്. വി ഡി സതീശനെ പോലുള്ള പണ്ഡിതന്മാർ അസംബന്ധമാണ് പറയുന്നത്. ഇങ്ങനൊരു കള്ളം പറഞ്ഞ് രാജ്യത്തെ പറ്റിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളോ സമൂഹമോ ഇതൊരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റുന്നത് മാത്രമേ ഉള്ളൂ. രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാവുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സിയെ കുറിച്ചിട്ടൊരു പരാമർശമില്ല. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അവ സംസ്ഥാന ഗവൺമെന്റ് ഇവർ പിരിച്ചുവിടും. പിരിച്ചുവിട്ടാൽ കേരളം ഇല്ലാതാവും. കേരളത്തിലെ ജനങ്ങൾ അവിടെ ഉണ്ടല്ലോ. ഇടതുപക്ഷ വിരുദ്ധ മനോരോഗം ഉണ്ടെന്ന് പറയുമ്പോൾ മനോരോഗത്തിനകത്ത് ആ പത്രത്തിന്റെ പേരുണ്ട്. ഇത് ചോദിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. ജനങ്ങൾക്ക് ഇലക്ട്രൽ ബോർഡിലെ അഴിമതി കൊണ്ട് എന്താണ് നഷ്ടമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ നരേന്ദ്രമോദി കള്ളം പറഞ്ഞു, ധനകാര്യമന്ത്രി കള്ളം പറഞ്ഞു. ഈ ഇലക്ട്രൽ ബോർഡിലൂടെ 18,000 കോടിയോളം വിതരണം ചെയ്യപ്പെട്ടു എന്നാണ് അറിയുന്നത്. അതിനകത്ത് ഒരു രൂപ പോലും വാങ്ങിയില്ല എന്ന് CPIM പ്രഖ്യാപിച്ചു, CPI പ്രഖ്യാപിച്ചു, ഇടതുപക്ഷം പ്രഖ്യാപിച്ചു. ഇതും കൂട്ടത്തിൽ എല്ലാ പാർട്ടികളും അഴിമതിയാണെന്നെല്ലാം പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വസ്തുത ഒളിച്ചു വെക്കുകയാണ്. നിലവാരമില്ലാത്ത ഔഷധങ്ങൾ നിർമ്മിച്ച ഔഷധ കമ്പനികളുടെ പ്രൊഡക്ഷൻ സെന്ററുകളിൽ അന്വേഷണം നടത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ ചെല്ലും. ഈ ഔഷധ കമ്പനികൾ നൂറുകണക്കിന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഗവൺമെന്റിന് കൊടുക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നു. ഗുണമേന്മയില്ലാത്ത അപകടകരമായ ഡ്രഗ്സ്, ഔഷധങ്ങൾ സമൂഹത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന പണി ഇവർക്ക് തുടരാൻ പറ്റും. അപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അഴിമതി ഇലക്ട്രൽ ബോർഡിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി നമ്മളൊരു ദേശീയ നേതാവാണ്, പ്രതിപക്ഷം ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹം പക്ഷെ കോഴിക്കോട് വന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം എന്നുള്ളത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടപടിയെടുക്കാത്തതെന്ന്. കുറച്ചു കാലം മുമ്പ് ഇതേ ചോദ്യം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഡൽഹിയിലും പറഞ്ഞത്. എന്തുകൊണ്ടാണ് കെജ്രിവാളിനെതിരെ നരേന്ദ്രമോദി നടപടിയെടുക്കാത്തതെന്ന്. പിണറായി വിജയനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു വലിയ റാലിയിൽ പ്രസംഗിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അവരെ വിമർശിക്കലാണോ, ആക്ഷേപിക്കലാണോ, പരിഹസിക്കലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത്തരത്തിലുള്ള കേരളത്തിൽ BJPക്ക് വളരാൻ കഴിയില്ല. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതിനെ ഇഷ്ടപ്പെടാത്ത പുരുഷാധിപത്യ സമൂഹത്തിന്റെ ഒരു മനോവൈകൃതം കൂടി ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തിൽ നമുക്ക് കാണാൻ കഴിയും. KK ശൈലജ ടീച്ചർ UDF സ്ഥാനാർത്ഥിയായിരിക്കും, ചിന്താ ജെറോം ഒരു UDFന്റെ പ്രവർത്തകയായിരിക്കുമെങ്കിൽ ഇങ്ങനെയായിരിക്കുമായിരുന്നോ മാധ്യമങ്ങളിലെ ചർച്ചകൾ ഉണ്ടാവുക? അങ്ങനെ ഒരു വേർതിരിവ് മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. അപ്പോൾ ഭീഷണി, ബലപ്രയോഗം, ആക്രമണം, വിലയ്ക്ക് വാങ്ങൽ, ഇതെല്ലാം മാധ്യമരംഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ പെരുമാറ്റം സമൂഹത്തിനും മാധ്യമങ്ങൾക്കും പൗരർക്കും വിമർശന വിധേയമാക്കാൻ അവകാശമുണ്ട്. കോടതി ഒരു വിശുദ്ധ പശു അല്ല. അത് ഈ ഒപ്പുശേഖരണം നടത്തുന്ന മുൻ ജഡ്ജിമാർ മനസ്സിലാക്കണം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബിയാണ് ഇന്ന് ബ്ലൂ ടോക്കിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. സ്വാഗതം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ് നിൽക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് തന്നെ നമുക്ക് സംസാരിച്ചു കൊള്ളാം. എങ്ങനെയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് CPIM ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ നോക്കിക്കാണുന്നത്? അതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ് ഈ ഒരു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ? യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഇന്ന് 16 3 ദിവസം കഴിഞ്ഞാൽ 19-ാം തീയതി ഇത്തവണത്തെ ലോക്സഭാ വോട്ടെടുപ്പിൻ്റെ ആദ്യ വട്ടം സമാരംഭിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന തരത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ സമത്വാധിഷ്ഠിത റിപ്പബ്ലിക്കായി ഇന്ത്യ തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾക്കൊള്ളുന്നത്. കാരണം ഇപ്പോൾ ഡൽഹി ഭരിക്കുന്ന RSSന്റെ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെൻറ് ഇതിനകം തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയോട് പൊരുത്തപ്പെടാത്ത നിയമനിർമ്മാണങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, പൗരത്വ ഭേദഗതി നിയമം, പൗരത്വത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ ഒന്നായി മതത്തെ കൊണ്ടുവരികയാണ്. അത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നതല്ല. അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് മടിയില്ല. RSSന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്നത് ഈ തെരഞ്ഞെടുപ്പിലൊരു കേന്ദ്ര പ്രമേയമാണ്. പിന്നെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് പുറത്തു വന്നിരിക്കുന്നത്
ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വലിയൊരു പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുക, അത് റദ്ദാക്കുകയും സുപ്രീം കോടതി ചെയ്തു. അപ്പം സുപ്രീം കോടതിയുടെ ദൃഷ്ടിയിൽ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഒരു മൂന്നാം ഊഴം നരേന്ദ്രമോദിക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനത്തെക്കാളും ഭയാനകമായ നടപടികളിലേക്ക് നരേന്ദ്രമോദി മാറാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വർഗ സമരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് ചൂഷിതർ മുഴുവൻ ഒരുമിച്ച് നിൽക്കണം, ചൂഷകവർഗങ്ങൾക്കെതിരായി പൊരുതണം എന്ന കാഴ്ചപ്പാടാണ് CPIM ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുക എന്നുള്ള വലിയ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനവും ആസൂത്രിതമായി BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാരണങ്ങളാലെല്ലാം ഇടതുപക്ഷത്തിന് BJPയുടെ നേതൃത്വത്തിലുള്ള RSS നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെ കേന്ദ്ര ഭരണാധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു ചുവടെങ്കിലും മുന്നോട്ട് വെക്കണമെങ്കിൽ അതിന് മുന്നുപാധിയാണ്. അതിനാദ്യം നേടിയെടുക്കാൻ കഴിയേണ്ട ഒരു ലക്ഷ്യമാണ്. അതോടൊപ്പം ഒരു മതേതര ഗവൺമെൻറ്റിനെ ഡൽഹിയിൽ പകരം വെക്കാൻ കഴിയണം. ആ മതേതര ഗവൺമെൻറ് ഇന്ത്യയിലെ പാവപ്പെട്ടവർ, ചൂഷണം ചെയ്യപ്പെടുന്നവർ, അവർക്ക് ആശ്വാസകരമായ നടപടികൾ, സാമ്പത്തിക നയങ്ങൾ പിന്തുടരും എന്ന് ഉറപ്പാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ജാഗ്രത പുലർത്തുന്ന ശക്തിയായി ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു പ്രാതിനിധ്യം പാർലമെൻറ്റിലുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകളുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ഭരണത്തിൽ നിന്നും നീക്കം ചെയ്യുക, ഒരു മതേതര ജനാധിപത്യ ബദൽ ഗവൺമെൻറ് അവിടെ വരാൻ സംഭാവന നൽകുക, അതിനുവേണ്ടി ജനങ്ങളെ അണിനിരത്തുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷങ്ങളുടെയും സാന്നിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൽ വലിയ തോതിൽ വർദ്ധിപ്പിക്കണം. ഇപ്പോൾ വളരെ ദുർബലമാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ഒന്നാം UPA ഗവൺമെൻറ് നടപടി, അത് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു, പക്ഷെ അവർ നടപ്പാക്കാൻ തയ്യാറായിരുന്നില്ല. ഇടതുപക്ഷത്തിൻ്റെ 60-ലധികം ഇടതുപക്ഷ MP-മാർ അന്ന് ലോക്സഭയിലുണ്ടായിരുന്നു. അവരുടെ ശക്തമായ ഇടപെടലിൻ്റെയും സമ്മർദ്ദത്തിൻ്റെയും ഫലമായിട്ടാണ് അതുപോലുള്ള ലാൻഡ്മാർക്ക് ചരിത്ര പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പാക്കപ്പെട്ടത്. ഇതാണ് ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ തന്നെ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ, അതായത് CAA, അതേപോലെ ഇലക്ട്രൽ ബോണ്ട്. അതായത് CAA ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് അതിൽ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര ചർച്ചയിലിരിക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാവുന്ന കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ CAA കുറിച്ചിട്ടൊരു പരാമർശമില്ല. അതൊരു കാര്യം. അതേസമയത്ത് തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി ഇത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ആവർത്തിച്ച് ഉറപ്പ് പറയുന്നുണ്ട്. പക്ഷെ ഇതിനോടൊക്കെയുള്ള ഒരു കേരളത്തിലെ BJP UDF നേതാക്കളുടെ പ്രതികരണം എന്നുള്ളത് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം അതെങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ടും കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള തരത്തിലാണ് അവരുടെ പ്രതികരണം വരുന്നത്. അതിൻ്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണ്, അത് പിന്നെ അതിൻ്റെ ഒരു സാധ്യതകൾ എങ്ങനെയാണ്, അതിനുള്ളൊരു മറുപടി? മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ യുക്തിഭദ്രമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കാരണങ്ങളാൽ ഭരണഘടനാ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യത്തെ അടിസ്ഥാന നിയമം ഭരണഘടനയാണ്. പാർലമെൻറ്റോ നിയമസഭകളോ പാസ്സാക്കുന്ന അനുബന്ധ നിയമങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന സമീപനത്തിന് നിരക്കുന്നതായിരിക്കണം. അപ്പം ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നതാവരുത് എന്ത് നിയമനിർമ്മാണം. അപ്പോൾ ഇത് മുമ്പ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 13 അംഗങ്ങളടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ CPIM ഇടതുപക്ഷവും ജനാധിപത്യ ശക്തികളും മുന്നോട്ട് വെക്കുന്ന വാദം ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്ന പൗരത്വ ഭേദഗതി നിയമം എന്ന പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ പരിശോധനയിൽ ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന നിലയിൽ തള്ളപ്പെടും. അപ്പോൾ ഭരണഘടനയെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അടിസ്ഥാന നിയമമായി സമീപിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ ഭരണഘടനാ വിരുദ്ധമായ നിയമം ഞങ്ങൾ നടപ്പാക്കിയില്ല എന്ന് കേരള ഗവൺമെൻറ് പറയുന്നത് ഫെഡറൽ ഘടനയ്ക്കുള്ളിൽ അനുവദനീയമാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയെ നിർവചിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്.
സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു യൂണിയനാണ്. അപ്പോൾ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ സംവിധാനത്തിൽ ഒരു പ്രധാനപ്പെട്ട സാന്നിധ്യമാണ്, ഒരു ഘടകമാണ്. എന്നാൽ BJPയും RSSും ലക്ഷ്യം വെക്കുന്നത് ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ സംവിധാനത്തിലൊരു ഭാഗമാണെന്നുള്ളതിനെ ഇറേസ് ചെയ്ത് ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യുക. അതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ ഇതുപോലുള്ള എന്ത് നിയമവും നടപ്പാക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കൊരു പങ്കുണ്ട്. ഇപ്പം പൗരത്വ രജിസ്റ്റർ അത് തയ്യാറാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഇതിന് സംവിധാനം ഉണ്ടാക്കേണ്ടത്. അപ്പം പിണറായി വിജയൻ ഗവൺമെൻറ് പറഞ്ഞു, നിയമസഭ പ്രമേയം പാസ്സാക്കി, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, അതുകൊണ്ട് ഇത് നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇവർ പിരിച്ചുവിടുമോ? പിരിച്ചുവിട്ടാൽ കേരളം ഇല്ലാതാവുമോ? കേരളത്തിലെ ജനങ്ങൾ അവിടെ ഉണ്ടല്ലോ. ജനാധിപത്യ വിരുദ്ധമായി പിരിച്ചുവിട്ട കേന്ദ്ര ഗവൺമെൻറ് നടപടിക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വർദ്ധിച്ച ഭൂരിപക്ഷം നൽകി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ കേരളത്തിലെ വോട്ടർമാർ തയ്യാറാകും. കാരണം എല്ലാ മതത്തിലും പെട്ടവർക്ക് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും തുല്യതയോടെയും ജീവിക്കാൻ കഴിയുന്ന ഇന്ത്യയാണ്. ഉത്തമ വിശ്വാസികളായ ഹിന്ദു മതവിശ്വാസികൾ, ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്നവർ, ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ, ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷവും ഇപ്പോഴും മതേതരവാദികളാണ്. ഹിന്ദുക്കൾ മുഴുവൻ വർഗീയവാദികളായിരുന്നെങ്കിൽ ഇന്ത്യ ഇതിനകം ഏകമത രാഷ്ട്രമായിട്ട് മാറുമായിരുന്നു. അപ്പം ഹിന്ദുമത വിശ്വാസികളിലെ ജനാധിപത്യ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും മുറുകെ പിടിക്കുന്നവരിൽ കൂടി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൂടി അണിനിരത്തിക്കൊണ്ടാണ് RSSൻ്റെ ഈ ഏകമത രാഷ്ട്ര ഫാസിസ്റ്റ് പദ്ധതിയെ എതിർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത ഈ ഉറച്ച നിലപാട് മതേതര മനസ്സാണ് കേരളത്തിലുള്ളത് എന്ന് ഇന്ത്യയെ മുഴുവൻ അറിയിക്കുന്നു. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ നിലപാടുകൾ സ്വീകരിക്കാൻ വളരെയധികം ജനവിഭാഗങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ഗവൺമെൻറ് ഈ ഉറച്ച നിലപാടെടുക്കുന്നത്. ഇതിന് വിചിത്രമായിട്ടുള്ള കാര്യം, കേരള ഗവൺമെൻറ് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കുമ്പോൾ BJP നേതാക്കന്മാർ അതിനെ ഭർസിക്കുകയും തള്ളിപ്പറയുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് പോലെ അതേ സ്വരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും UDF നേതാക്കന്മാരും അതെങ്ങനെ പാർലമെൻറ്റ് പാസ്സാക്കിയത് ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്, അതൊന്നും പിന്നെ കഴമ്പുള്ള കാര്യമല്ല എന്ന് ഒരേ സ്വരത്തിൽ ഇവർ സംസാരിക്കുകയാണ്. വളരെ പ്രഗത്ഭരായ പല നിയമപണ്ഡിതന്മാരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഒന്ന്, ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കേന്ദ്രം പാസ്സാക്കിയാൽ അതിനെ ചെറുക്കുവാൻ ജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. രണ്ട്, നടപ്പാക്കാൻ ഏകശാസന സമീപനത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ അതിനുടനെ അവർ തുടങ്ങുമ്പോൾ തന്നെ മുട്ടുമടക്കി ഞങ്ങളിത് അംഗീകരിച്ചോളാം എന്ന് പറയലല്ല, അവസാന നിമിഷം വരെ അതിനെ എതിർക്കുക, അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ജനാധിപത്യ സമൂഹത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട്. രണ്ട് കാര്യങ്ങളായിരുന്നല്ലേ. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അതില്ലാണ്ട് പോയത്? അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിന്റെ അവരുടെ ഒരു എക്സ്ക്ലൂസീവാണ്, ആളുടെ പേര് പരാമർശിക്കാതെ അവർ പറഞ്ഞു അവസാന നിമിഷം വരെ അതിലുണ്ടായിരുന്നു പ്രകടന പത്രികയുടെ ഡ്രാഫ്റ്റിൽ. അത് പിന്നെ പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുന്നേ, അത് പരസ്യപ്പെടുത്തുന്നതിന് മുന്നേ അതിൽ നിന്ന് ഉന്നത നേതാക്കൾ ഇടപെട്ട് വെട്ടി എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതൊരു കാര്യം, അതിലില്ലാതെ പോയത്. വേറൊന്ന്, നേരത്തെ തോമസ് ഐസക് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് കർണാടക, തെലങ്കാന നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. തമിഴ്നാട് ഓൾറെഡി ഇതിനെതിരെ പ്രമേയം പാസ്സാക്കി. ഈ കോൺഗ്രസ് ഭരിക്കുന്ന ഈ സംസ്ഥാനങ്ങളും കൂടെ പ്രമേയം പാസ്സാക്കിയിരുന്നെങ്കിൽ സൗത്ത് ഇന്ത്യ മൊത്തം ഈ ഒരു നിയമത്തിനെതിരാണ്, CAA എതിരാണ് എന്ന് ഒരു ക്യാമ്പയിൻ തുടങ്ങായിരുന്നു എന്നുള്ള ഈ കാര്യങ്ങളോട് ഒന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ പ്രകടന പത്രികയിൽ അതില്ലാണ്ട് പോയത് എന്നുള്ളത്? ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇത് സംബന്ധിച്ച വാർത്ത ഞാനും വായിച്ചതാണ്, അത് വിശ്വസനീയമാണ്. CAA ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ ഒരു നീക്കമായിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട്. CAA കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ വർഗീയമായൊരു വിഭജനം ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ്. തെരഞ്ഞെടുപ്പിന് നാളുകൾ ബാക്കി നിൽക്കുമ്പോഴാണ് അമിത്ഷാ പൊടുന്നനെ ഇത് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. കാരണം 2019 വന്ന ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് വമ്പിച്ച സമരമാണ് ഇന്ത്യയിലുടനീളം ഉയർന്നു വന്നത്. കോവിഡ് വന്നപ്പോഴാണ് ആ സമരം താൽക്കാലികമായി നിർത്തിവെച്ചത്. കോവിഡ് മാറിയതിന് ശേഷവും സാധാരണ നില സമൂഹത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷവും ഇത് നടപ്പാക്കാനുള്ള നടപടികളും ഒന്നും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുകയുണ്ടായില്ല. അവർ നടപ്പാക്കുന്ന കാര്യത്തിൽ ഗൗരവപൂർണമായി ഇപ്പോൾ അവർ നടത്തുന്ന നീക്കം നേരത്തെ നടത്താതിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം ഇതിനെ നടപ്പാക്കൽ നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള വളരെ കുടിലമായ ഒരു സമീപനം BJPക്ക് RSSനും ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ്. ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നത് തന്നെ കുടിലമാണ്.
എന്നാൽ ആ പദ്ധതിയിലൂടെ ഒരു വർഗീയ ചേരിതിരിവ് സമൂഹത്തിൽ ഉണ്ടാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ബി ജെ പി ശ്രമിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മതേതര നിലപാടിൽ നിന്നുകൊണ്ട് നമ്മളൊരു നിലപാട് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന് വേണ്ടി വഴിവിട്ട നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ബി ജെ പി പ്രചരിപ്പിച്ച് നമുക്കത് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ക്ഷതമുണ്ടാവുമോ എന്നുള്ള കോൺഗ്രസിൻ്റെ ഉപരിപ്ലവവും നിരുത്തരവാദിത്വപരവുമായ ആശങ്ക, അതുകൊണ്ട് അവരാലോചിച്ച് ബോധപൂർവം വേണ്ടെന്ന് വെച്ചതാണ്. കേരളത്തിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ വി ഡി സതീശനെ പോലുള്ള പണ്ഡിതന്മാർ അസംബന്ധമാണ് പറഞ്ഞത്. പിണറായി വിജയൻ 8-ാം പേജ് നോക്കൂ, അതിനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അതെന്തോ വലിയൊരു വാദമാണെന്നുള്ള മട്ടിൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോരോഗം പ്രചരിപ്പിക്കുന്ന ഒരു പത്രം, ആ പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇടതുപക്ഷ വിരുദ്ധ മനോരോഗം ഉണ്ടെന്ന് പറയുമ്പോൾ മനോരോഗത്തിനകത്ത് ആ പത്രത്തിൻ്റെ പേരുമുണ്ട്. അവരിതിന് വലിയ പ്രാധാന്യം കൊടുത്തു. അതിനുശേഷം പിണറായി വിജയൻ തന്നെ വിശദീകരിച്ചു, 8-ാം പേജ് മുഴുവൻ ഞങ്ങൾ അരിച്ചുപറക്കി നോക്കി, യാതൊന്നും അവിടെ ഇല്ല. ചില ഭരണഘടനാ വകുപ്പുകളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിന് വിരുദ്ധമായതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് പിന്നെ ആർട്ടിക്കിൾ 14-നെതിരായിട്ടുള്ളതാണ് പൗരത്വം. നിയമത്തിന് മുമ്പിൽ തുല്യത എന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന 14-ാം അനുച്ഛേദം അതിന് വിപരീതമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുകയും നൽകാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പം വി ഡി സതീശനെ പോലുള്ളവരടക്കം മഠയത്വപൂർണമായ പ്രതികരണങ്ങളാണ് ഈ വിഷയത്തിൽ. സ്വന്തം അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ രാഷ്ട്രീയമായ പാപ്പരത്വവും ബി ജെ പി പേടിയും മറച്ചുവെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തെറ്റായ വിശദീകരണങ്ങളാണ് ഇത് സംബന്ധിച്ച് നൽകുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ സമൂഹം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യണം. ഇന്ന് ഒരു പ്രത്യേക മതന്യൂനപക്ഷത്തിനെതിരായിട്ടാണ് ഇത് ഇവർ നീങ്ങുന്നതെങ്കിൽ നാളെ മറ്റു പലർക്കും എതിരായിട്ട് വരാം. വളരെ പ്രസിദ്ധമായിട്ടുള്ള ജർമ്മനിയിലെ പാസ്റ്റർ നീമോളറിൻ്റെ ഒരു അനുഭവം പലരും ഉദ്ധരിക്കാറുണ്ട്. അത് കവിതയാണ് എന്ന നിലയിൽ പലരും പറയാറുണ്ട്. അദ്ദേഹം ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ആദ്യം ഹിറ്റ്ലറെ അനുകൂലിച്ച വ്യക്തിയാണ് യുവാവായിരിക്കുമ്പോൾ. പിന്നെയാണ് ഹിറ്റ്ലറുടെ പാതകങ്ങൾ മനസ്സിലാക്കി അതിനെ വിമർശിക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുണ്ടായി. ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോ അദ്ദേഹത്തെ പിടിച്ചു, ജയിലിലടച്ചു. യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ ചെമ്പട ചെന്ന് മോചിപ്പിച്ച കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഈ പാസ്റ്റർ നീമോളർ. അദ്ദേഹം ഒരു ക്രിസ്തീയ പ്രചാരകനാണ്. അദ്ദേഹം പറഞ്ഞു, ആദ്യം അവർ, അതായത് ഫാസിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാൻ സോഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല. പിന്നീട് അവർ യഹൂദന്മാരെ പിടികൂടാൻ വന്നു. ജ്യൂസിനെതിരായിട്ട് ഹിറ്റ്ലർ വലിയ കൂട്ടക്കൊലകൾ നടത്തിയല്ലോ. ഞാൻ യഹൂദനല്ലാത്തതുകൊണ്ട് ഞാൻ അനങ്ങിയില്ല. അങ്ങനെ അത് പോവുകയാണ്. അവസാനം അവർ എന്നെ തേടി വന്നപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും വളരെ പ്രധാനം. ഇപ്പോൾ മണിപ്പൂരിൽ വലിയ കടന്നാക്രമണം അവർ നടത്തി. ഇപ്പോൾ മണിപ്പൂരിൽ അമിത്ഷാ പോയി നടത്തിയ പ്രസംഗത്തിൻ്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. മണിപ്പൂരിൽ ഒരു ഡെമോഗ്രാഫിക് നേച്ചറിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കാൻ ചിലർ നടത്തിയ ശ്രമത്തെ ഞങ്ങൾ തടഞ്ഞു എന്നാണ് അമിത്ഷാ അവിടെ അവകാശപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മെയ്ത്തികൾ ഹിന്ദുമത വിശ്വാസികളാണ്. അവർക്കവിടെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം ഇല്ലാതാക്കാൻ കുക്കികൾ ക്രിസ്തുമത വിശ്വാസികളാണ് മഹാഭൂരിപക്ഷവും. അവർ നടത്തിയ ശ്രമം തടയാനാണ് ഈ കൂട്ടക്കൊല നടത്തിയതെന്നാണ്. ഇപ്പോൾ ഓരോ സ്ഥലത്തും വർഗീയമായ വിഭജനം RSSൻ്റെയും BJPയുടെയും അജണ്ടയാണ്. അത് പല രൂപത്തിൽ വരും. നല്ല ദൃഢമായ മതേതര നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ RSSൻ്റെ ഇത്തരം നീക്കങ്ങൾ നമുക്ക് എതിർത്ത് പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് അവിടെ പതറുകയാണ്. ആ പതർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുസ്ലിം ലീഗിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സ്വീകരിക്കപ്പെട്ടാൽ അത് രാഹുൽ ഗാന്ധിക്കെതിരായി പല പ്രചാരണങ്ങൾക്കും BJP ഉപയോഗപ്പെടുത്തിയേക്കും എന്നുള്ള ഭയം നിമിത്തം ലീഗിൻ്റെ കൊടി വേണ്ട, കോൺഗ്രസിൻ്റെ കൊടി വേണ്ട. അങ്ങനെ സ്വന്തം പാർട്ടിയുടെ കൊടി ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത്. CAA കുറിച്ചുള്ള പരാമർശം മാനിഫെസ്റ്റോയിൽ വേണ്ട എന്ന് വെച്ച് ഉപേക്ഷിച്ചതുപോലെ സ്വന്തം കൊടി ഉപേക്ഷിക്കുന്നതിനും കോൺഗ്രസിന് മടിയില്ല എന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെ അവർ കാണിക്കുകയാണ്. ഇന്ത്യ വേദിയുടെ ഭാഗമായി കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ അത്തരം സമീപനം CPIM എടുക്കുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതേസമയം
ഇടതുപക്ഷം സുശക്തമായുള്ള സ്ഥലത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് ബി ജെ പിക്കെതിരായി പാർലമെൻറ്റിലേക്ക് പോകേണ്ടത്. കാരണം പാർലമെൻറ്റിലേക്ക് പോകുന്ന പല കോൺഗ്രസ്സുകാരും നാളെ ബി ജെ പിക്കാരായി മാറുക എന്നുള്ള ഒരു അനുഭവം, അത്യന്തം ആശങ്കാജനകമായ അനുഭവം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കണ്ടതുകൊണ്ടാണ് കേരളത്തിൽ ഞങ്ങൾ ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇലക്ട്രൽ ബോണ്ടാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വലിയ ചർച്ചകളുണ്ടായത്. പലരും ഉന്നയിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പലരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഇലക്ട്രൽ ബോണ്ട് അനുകൂലിച്ചിരുന്ന ആളുകൾ അത് ബി ജെ പിക്കാരാണ് മിക്കവാറും ആളുകൾ. ഇതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഒരു സൂക്ഷ്മതലത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആരൊക്കെയാണ് ബോണ്ട് വാങ്ങിയതെന്ന് നോക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാരെ ആയ ആളുകളെ ബാധിക്കുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാൻ പറ്റും, ഏത് തരത്തിലൊക്കെയാണ്? ഇത് ചോദിച്ചതിന് എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ അപകടം പലരും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതിൽ മാധ്യമങ്ങൾ അവരുടെ ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ, അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും അടക്കം ഇത് സംബന്ധിച്ച വസ്തുതകൾ മറച്ചു വെക്കുകയാണ്. കാര്യം അവരുടെ മൂലധന താല്പര്യങ്ങൾക്കും എതിരാണ് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി പുറത്തു വന്നാൽ. ജനങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി കൊണ്ട് എന്താണ് നഷ്ടമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒന്ന്, ഇതൊരു വലിയ അഴിമതിയാണ്. ആ അഴിമതി രാജ്യത്ത് വ്യാപിക്കുന്നത് ജനാധിപത്യത്തിന് പരിക്കേൽക്കുന്ന കാര്യമാണ്. രണ്ട്, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വലിയൊരു അവസരം ഈ ഇലക്ട്രൽ ബോണ്ട് നൽകുന്നു. എന്തുകൊണ്ടാണ്? ഇവരവകാശപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിന് വേണ്ടി ബോണ്ടുകൾ വാങ്ങാൻ. ബോണ്ടെന്നുള്ളതിനേക്കാളും ആൾക്ക് മനസ്സിലാകാൻ ലളിതമായിട്ടുള്ളൊരു ഒരു ഒരു ഭാഷ കൂപ്പൺ എന്നുള്ളതാണ്. കൂപ്പണിന് തുല്യമാണ്. പൈസ കൊടുത്ത് കൂപ്പണുകൾ വാങ്ങുക, അതായത് ബോണ്ട്. ഞാനതിന് കൊടുക്കുന്ന ഒരു ലളിതമായ പേരാണ് കൂപ്പൺ. കോടികളുടെ കൂപ്പണുണ്ട്, ലക്ഷങ്ങളുടെ കൂപ്പണുണ്ട്, ആയിരങ്ങളുടെ കൂപ്പണുമുണ്ട്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അത് ആരാണ് വാങ്ങിയതെന്നുള്ളതിന് ഒരു അടയാളവും അതിനകത്തില്ലെന്നാണ് ഈ നരേന്ദ്രമോദി കള്ളം പറഞ്ഞത്, ധനകാര്യമന്ത്രി കള്ളം പറഞ്ഞത്. എന്നിട്ട് അത് പാർട്ടികൾക്ക് കൊടുക്കാം. അവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് കിട്ടുന്നവർ, താങ്കളുടെ പാർട്ടിക്ക് കിട്ടി, എൻ്റെ പാർട്ടിക്ക് കിട്ടി, ഞാനിത് കൊണ്ടുപോയി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരിതിൻ്റെ പണം തരും. ഞാൻ ബോണ്ട്, അതായത് കൂപ്പൺ വാങ്ങിക്കാൻ പോകുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചോദിക്കുന്നില്ല നിങ്ങളുടെ ഈ വരുമാനത്തിൻ്റെ സ്രോതസ് എന്താണ്, എങ്ങനെ നിങ്ങൾക്കിത് കിട്ടി. കമ്പനികൾ വാങ്ങുമ്പോൾ പണ്ട് കമ്പനി നിയമം അനുസരിച്ച് 3 വർഷങ്ങളിൽ തുടർച്ചയായി ലാഭമുണ്ടാക്കിയ ഒരു കമ്പനിക്ക് മാത്രമേ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ പറ്റുള്ളൂ. അത് അവരുടെ ലാഭത്തിൻ്റെ 7.5% മാത്രമായിരിക്കും. അത് നിയമം ഉണ്ടായിരുന്നു. അത് ഭേദഗതിപ്പെടുത്തിക്കൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് വരുന്നത്. ഇതിൻ്റെ ഫലമായിട്ടിപ്പം CPIM-ഉം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, ജനാധിപത്യ പരിഷ്കരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ, ഈ 2 സംഘടനകളാണ് ഇക്കാര്യം സുപ്രീം കോടതി കൊണ്ടുപോയി പൊരുതി ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം സൃഷ്ടിച്ചത്. അത് മാധ്യമങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ 18,000 കോടിയോളം വിതരണം ചെയ്യപ്പെട്ടു എന്നാണ് അറിയുന്നത്. അതിനകത്ത് ₹1 പോലും വാങ്ങിയില്ല എന്ന് CPIM പ്രഖ്യാപിച്ചു, CPI പ്രഖ്യാപിച്ചു, ഇടതുപക്ഷം പ്രഖ്യാപിച്ചു. ഇതും കൂട്ടത്തിൽ എല്ലാ പാർട്ടികളും അഴിമതിയാണ് എന്നെല്ലാം പറയുന്ന മുഖ്യധാര മാധ്യമങ്ങൾ ഈ വസ്തുത ഒളിച്ചു വെക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഇടപെടലിലൂടെ വെളിപ്പെട്ടിട്ടുള്ള കാര്യം എന്താ? ഞാൻ പറഞ്ഞു വന്നു, ഒരു കമ്പനി 500 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കാൻ കാശ് കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് നിങ്ങളുടെ ലാഭത്തിൽപ്പെട്ടതാണോ? ഒരു വ്യക്തി 200 കോടി ബോണ്ട് വാങ്ങിക്കാൻ ചെല്ലുമ്പം ഈ 200 കോടി രൂപ നിങ്ങൾ നിയമേന വാങ്ങിയ ഇല്ല, കള്ളപ്പണം കൊണ്ടുപോയി വെളുപ്പിക്കാം. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം പറഞ്ഞതാണ്, ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പറഞ്ഞതാണ് ഇത് അപകടമാണെന്ന്. അതൊന്നും വകവെക്കാതാണ് മോഡി മുന്നോട്ട് പോയത്. ഇപ്പോൾ വെളിപ്പെട്ടതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് എന്താ? ഒന്ന്, BJP ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റോർഷൻ നടത്തി. എങ്ങനെ നടത്താൻ പറ്റും? അവരവകാശപ്പെട്ടതുപോലെ ഏത് കമ്പനിയാണ് കൊടുത്തത് എന്നത് കണ്ടുപിടിക്കാൻ കഴിയാത്തതല്ല. എന്താണ്? നിങ്ങളെപ്പോലെ ഒരു മാധ്യമ പ്രവർത്തക, പൂനം അഗർവാൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക 1000 രൂപയുടെ ഒരു ബോണ്ട് വാങ്ങി, നഗ്നനേത്രം കൊണ്ടൊന്നും കണ്ടില്ല, പിന്നെ ഫോറൻസിക് ലാബിൻ്റെ സഹായത്തോടു കൂടി പരിശോധിച്ചപ്പം അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ട് നോക്കിയപ്പോൾ അതിനകത്ത് അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കുണ്ട്. പൂനം അഗർവാൾ ബുദ്ധിമതിയായതുകൊണ്ട് ഒരു
ബോണ്ട് കൂടി വാങ്ങിച്ചു. എന്തിനാ അത്? ഒരേ നമ്പർ തന്നെയാണ് എല്ലാത്തിലും ഉള്ളതെങ്കിലും പിന്നെ പ്രശ്നമില്ല. രണ്ടാമത്തെ ബോണ്ട് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് വേറൊരു നമ്പരാണ്. അപ്പോൾ വ്യക്തമായി കഴിഞ്ഞു മോഡിയും അരുൺ ജെയ്റ്റ്ലിയും BJP നേതാക്കളും പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഇങ്ങനൊരു കള്ളം പറഞ്ഞ് രാജ്യത്തെ പറ്റിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളോ സമൂഹമോ ഇതൊരു പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൊണ്ടയിൽ വെള്ളം വറ്റുന്നത് മാത്രമേ ഉള്ളൂ. കുറേ പത്രങ്ങൾ, ഹിന്ദു പോലുള്ള കുറേ പത്രങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതിനപ്പുറം ഇത് നമ്മുടെ രാജ്യത്ത് ഈ നരേന്ദ്രമോദിയുടെ ഭരണം തുടരാൻ പാടില്ല എന്നുള്ള അവസ്ഥ ഉണ്ടാകേണ്ട തരത്തിലുള്ള അഴിമതിയാണ്. അത്തരം അഴിമതിയാണെന്ന് വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളും കൂടി ഞാൻ ചുരുക്കി പറയാം. ഇത് നിങ്ങളിലൂടെ കുറേ പേരിലെത്തും എന്നുള്ള പ്രതീക്ഷ ഞാൻ പറയുകയാണ്. യോഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്, പക്ഷേ മാധ്യമങ്ങളൊന്നും അതിൻ്റെ വിശദാംശങ്ങൾ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. പോട്ടെ, ഇത് അഴിമതിയാണെന്നുള്ള ഒരു പൊതുപ്രസ്താവന പലരും നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ഇത് അഴിമതിയാവുന്നതെന്ന് ഞാൻ രണ്ട് ഉദാഹരണങ്ങളിലൂടെ പറയാം. ഒന്ന്, കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യം ഈ കൊണ്ടു കൊടുക്കുന്ന രൂപയുടെ സോഴ്സ് പറയണ്ട, എത്ര കൊടുത്താലും അതിന് ബോണ്ട് കൊടുക്കുകയാണ്. രണ്ട്, BJPക്ക് നൂറുകണക്കിന് കോടി ഒരു കമ്പനി കൊണ്ടുപോയി കൊടുക്കുന്നു. ഈ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റുകളെല്ലാം ഉണ്ട്. ഇപ്പം ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നിർബന്ധിച്ചിട്ട് ആ വിവരങ്ങൾ വന്നതോടുകൂടി ഇങ്ങനെ നൂറുകണക്കിന് കോടി രൂപ BJPക്ക് ഒരു കമ്പനി കൊടുത്തു കഴിയുമ്പോൾ 14,500 കോടി രൂപയുടെ കോൺട്രാക്റ്റ് BJP ഗവൺമെൻറ് ആ കമ്പനിക്ക് കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോഴയാണ്, കൈക്കൂലിയാണ് ഈ കോൺട്രാക്റ്റ് കിട്ടാൻ. ആ കോൺട്രാക്റ്റിന് ചിലവഴിക്കുന്ന പൈസ ആരുടേതാണ്? എൻ്റെയും നിങ്ങളുടെ നികുതി പണമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പദ്ധതിയാണ്. അപ്പോൾ നഗ്നമായ അഴിമതി നടക്കുകയാണ്. ഒന്ന്. രണ്ട്, കുറേ കമ്പനികൾ BJPക്ക് ഈ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുത്തു. ആ സംഭാവന കൊടുത്ത കമ്പനികളിലേക്ക് ED ചെല്ലുകയാണ് സംഭാവന കൊടുത്തു കഴിയുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ സംഭാവന കൊടുത്തല്ലോ BJPക്ക്, അതാണ്, അത് പോരാ, ഇനി തരണം. അപ്പോൾ 400 കൊടുത്തവരെടുത്ത് 4,000 കോടി വാങ്ങിക്കുകയാണ്. അപ്പം രാജ്യത്ത് നിയമം നടപ്പാക്കേണ്ട എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് BJPയുടെ കാശ് പിരിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ല, എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റാണ്. BJPക്ക് വേണ്ടി കാശ് പിടിച്ചു പറിച്ചു കൊടുക്കുന്നതാണ്. ഇത് തെളിഞ്ഞു. ചൗക്കിദാർ എന്ന് പറയുന്ന നരേന്ദ്രമോദി പട്ടാപ്പകൽ തീവട്ടിക്കുള്ള നടത്തുന്ന ഗൂഢസംഘത്തിൻ്റെ തലവനാണ് എന്ന വിമർശനം ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള അഴിമതി, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ പണം അതുമൂലം നടപ്പാവുന്ന പദ്ധതി, ആ പദ്ധതിക്ക് BJP കോഴ വാങ്ങുന്നു എന്നുള്ളതാണ്. BJP 8,000 കോടി വാങ്ങിച്ചപ്പം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് 1,900 കോടി വാങ്ങിയിട്ടുണ്ട്. ഈ അഴിമതി പണം അത് കോൺഗ്രസിനും കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഇതിൻ്റെ കുഴപ്പം. ഇത്തരം അഴിമതി നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, ജനാധിപത്യത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഭയങ്കര ഒരു തട്ടിപ്പ് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. നിലവാരമില്ലാത്ത ഔഷധങ്ങൾ നിർമ്മിച്ച ഔഷധ കമ്പനികളുടെ പ്രൊഡക്ഷൻ സെൻ്ററുകളിൽ അന്വേഷണം നടത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികൾ ചെല്ലുന്നു. ഈ ഔഷധ കമ്പനികൾ നൂറുകണക്കിന് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. നരേന്ദ്രമോദി ഗവൺമെൻറ് അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുന്നു. ഗുണമേന്മയില്ലാത്ത അപകടകരമായ ഡ്രഗ്സ്, ഔഷധങ്ങൾ സമൂഹത്തിൽ നിർമ്മിച്ച് വിതരണം ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന പണി ഇവർക്ക് തുടരാൻ പറ്റുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അഴിമതി ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതി 500 ബോഫേഴ്സാണ്. ബോഫേഴ്സിൽ 64 കോടിയാണ് ഉണ്ടായത്. ഇന്ത്യയെ പിടിച്ചു കുലക്കിയ അഴിമതി. ഇത് 500 ബോഫേഴ്സ് എന്ന് ഞാൻ കണക്കിന് മോശമായതുകൊണ്ട് പറഞ്ഞാൽ അതിൽ കൂടുതലുണ്ട്. കോൺഗ്രസ് 1,900 കോടിയോളം. അപ്പോൾ ഇത്തരം അഴിമതിയിൽ BJPയും കോൺഗ്രസും വ്യത്യസ്തരല്ല. വർഗീയതയുടെ വിഷയം വരുമ്പോൾ തീവ്ര വർഗീയതയാണ് BJPക്കെങ്കിൽ വീര്യം കുറഞ്ഞ വർഗീയത കോൺഗ്രസും പിന്തുടരുന്നു. അതുകൊണ്ടാണ് CAA പോലുള്ള വിഷയങ്ങൾ അവർ ചർച്ചയ്ക്ക് എടുക്കാതിരിക്കുന്നത്. വേറൊരു കാര്യം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കോഴിക്കോട് വന്നിരുന്നു. രാഹുൽ ഗാന്ധി നമ്മളൊരു ദേശീയ നേതാവാണ്, പ്രതിപക്ഷം ഒരു നേതാവായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹം പക്ഷെ കോഴിക്കോട് വന്ന് നടത്തിയിട്ടുള്ളൊരു പ്രസംഗം എന്നുള്ളത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടപടിയെടുക്കാത്തതെന്ന്. കുറച്ചു കാലം മുമ്പ് ഇതേ ചോദ്യം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി ഡൽഹിയിലും പറഞ്ഞത്, എന്തുകൊണ്ടാണ് കെജ്രിവാളിനെതിരെ നരേന്ദ്രമോദി നടപടിയെടുക്കാത്തതെന്ന്. പിന്നീട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പം രാഹുൽ ഗാന്ധി തന്നെ
ഐക്യദാർഢ്യം അല്ലെങ്കിൽ കോൺഗ്രസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കെജ്രിവാളിന് വേണ്ടി ശബ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലൊരു പിന്നെ ഇരട്ടത്താപ്പ് എന്ന് പറയാ, അവരൊരു രണ്ട് നിലപാടെടുക്കുന്ന ഒരു സാധനം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പിണറായി വിജയനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു വലിയ റാലിയിൽ പ്രസംഗിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ ആദ്യം വാദം ഉന്നയിക്കുക. ഒരു വർഷത്തിന് മുമ്പ് സിസോദിയ, ആം ആദ്മി പാർട്ടിയുടെ സെക്കൻഡ് ഇൻ കമാൻഡ്, കെജ്രിവാൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ഡൽഹി ഗവൺമെൻറ്റിൻ്റെ ഉപമുഖ്യമന്ത്രി, ഒരു വർഷത്തിന് മുമ്പാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തു. അഴിമതി കേസ്, അഴിമതിയാണ് ആരോപണമെങ്കിൽ ആൻറ്റി കറപ്ഷൻ വകുപ്പ് അനുസരിച്ചല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അല്ല, PMLA അനുസരിച്ചാണ്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ്? ആ വകുപ്പ് അനുസരിച്ച് അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അന്വേഷണ ഏജൻസി സമ്മതിച്ചാൽ മാത്രമേ ജാമ്യം കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഒരു വർഷത്തിലധികമായിട്ട് സിസോദിയ ജയിലിൽ കിടക്കുകയാണ്, മനോജ് സിസോദിയ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അന്ന് കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഡൽഹിയിൽ പറഞ്ഞത് സിസോദിയ അറസ്റ്റ് ചെയ്തത് ശരി, പക്ഷെ അതുപോലെ നിങ്ങൾ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. അവസാനം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുൽ ഗാന്ധി പോയി വലിയ റാലിയിൽ പ്രസംഗിക്കുകയാണ്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. രാഹുൽ ഗാന്ധി ഇപ്പം പിണറായി വിജയനെതിരായിട്ടും ഇതേ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പിണറായി വിജയനെതിരായിട്ട് ഉന്നയിക്കുന്ന ആരോപണമാണ് അടിസ്ഥാനമായിട്ടുള്ളത്. സാമാന്യ ബുദ്ധിയും യുക്തിയും വെച്ച് പരിശോധിച്ചാൽ ഒന്നുമില്ലതിനകത്ത്. അപ്പോൾ ഒന്നുകിൽ സാമാന്യ ബുദ്ധിയും യുക്തിയും ഇല്ലാതെ സംസാരിക്കുന്നയാളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും. സ്വന്തം കൊടി ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത, തെരഞ്ഞെടുപ്പിൽ സ്വന്തം കൊടി ഉപേക്ഷിക്കാൻ മടിയില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധിയുടെ അപക്വതയാണ് പിണറായി വിജയനും LDF ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഇത്തരത്തിലുള്ള വെളിപാടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ചു കൊടുക്കുന്നത് KC വേണുഗോപാലിനെ പോലുള്ള സംഘടനാ ധുരന്ധരന്മാരാണ്. അവർ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയാണോ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വിളമ്പിയത് എന്നെനിക്കറിഞ്ഞുകൂടാ. എന്തായാലും കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നം രാഷ്ട്രീയമായൊരു വ്യക്തതയോടുകൂടി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്നില്ല. KPCCയുടെ മുൻ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ നടത്തിയൊരു പ്രതികരണം ഒരുപക്ഷെ നിങ്ങളെടുത്തും അതിൻ്റെ ഫുട്ടേജ് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞത് വർഗീയതയ്ക്കെതിരായ ഉറച്ച നിലപാടാണ് കോൺഗ്രസ് എടുക്കേണ്ടത്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരെ ക്ഷണിച്ചപ്പോൾ സമാനമായ ക്ഷണം കിട്ടിയ CPMൻ്റെ നേതാക്കന്മാർ അപ്പം തന്നെ അതിനെ തിരസ്കരിച്ചിട്ട് എന്താ പറഞ്ഞത്? മതം, ക്ഷേത്രം, ആരാധന എന്നൊക്കെ പറയുന്ന വ്യക്തിപരമായ വിഷയങ്ങളാണ്. അതിനെ പ്രധാനമന്ത്രി രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. പ്രധാനമന്ത്രി അവിടെ പൂജാരിയായിട്ട് മാറുകയാണ്. എന്നിട്ട് അതിന് സാക്ഷ്യം വഹിക്കാൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിക്കുന്ന ഈ രാഷ്ട്രീയ അശ്ലീലം, മതത്തെ, ആചാരത്തെ, ആരാധനയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നീക്കം, അത് തെറ്റാണെന്ന് വെട്ടിത്തുറന്ന് തക്ക സമയത്ത് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഖാർഗെയോടും KC വേണുഗോപാലിനോടും ഒക്കെയാണ്, K സുധാകരനോടും VD സതീശനോടും ഒക്കെ കൂടിയാണ് VM സുധീരൻ ചോദിച്ചത്. അദ്ദേഹം ഇപ്പോഴും സമുന്നതനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു. ഈ വർഗീയതയോടുള്ള സമീപനത്തിൽ കോൺഗ്രസിൻ്റെ അബദ്ധം മാത്രമല്ല, സാമ്പത്തിക നയങ്ങൾ, തൊഴിലാളികളെയും കൃഷിക്കാരെയും ദ്രോഹിക്കുന്ന സാമ്പത്തിക നയങ്ങൾ നരേന്ദ്രമോദിയും BJPയും നടപ്പാക്കുമ്പോൾ കോൺഗ്രസ് അതിനെ വിമർശിച്ചാൽ ഉടനെ നരേന്ദ്രമോദി പറയുന്ന മറുപടി, ഇത് നരസിംഹറാവും മൻമോഹൻ സിംഗും ഒക്കെ നടപ്പാക്കിയ സാമ്പത്തിക നയം തന്നെയല്ലേ ഞങ്ങൾ നടപ്പാക്കുന്നത്, ഇപ്പോൾ എന്താ നിങ്ങളതിനെ എതിർക്കുന്നത്? അപ്പോൾ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ആത്മപരിശോധന നടത്തണം എന്നും VM സുധീരൻ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ വന്നു. വർഗീയതയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാണ്, ഉറച്ച നിലപാടെടുക്കുന്നില്ല എന്ന് കണ്ടു. CAA ബന്ധപ്പെട്ട കാര്യത്തിൽ. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലോ നരസിംഹറാവു ഇവിടെ ഉദ്ഘാടനം ചെയ്ത സാമ്പത്തിക രംഗത്തെ മാറ്റത്തെ പ്രകീർത്തിക്കുന്ന ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ജോബ്ലെസ് ഗ്രോത്ത് എന്നൊരു കാര്യത്തെ വിമർശനപരമായി പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ആ പരാമർശം കാണുമ്പം അതിനെ അതിൻ്റെ സയുക്തികമായ അടുത്ത ഘട്ടത്തിലേക്ക് ഈ നരസിംഹറാവു ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്ത അമേരിക്കയും ലോകബാങ്കും IMFും എല്ലാം മുന്നോട്ട് വെക്കുന്ന തൊഴിലാളി വിരുദ്ധ, ജനവിരുദ്ധ സാമ്പത്തിക നയങ്ങൾ, അതാണ് ഈ രാജ്യത്തെ അപകടത്തിലെത്തിച്ചത് എന്ന് തുറന്നു പറയാനും, പണ്ട് ജവഹർലാൽ നെഹ്റു പിന്തുടർന്നിരുന്ന ഒരു നയമുണ്ട്, സാമ്പത്തിക നയമുണ്ട്, സ്വകാര്യ മേഖലയ്ക്കൊപ്പം പൊതുമേഖലയ്ക്കും പ്രാധാന്യം കൊടുക്കുക. അതിനും ചില പോരായ്മകളുണ്ടായിരുന്നു. പക്ഷേ നെഹ്റുവിയൻ കാലഘട്ടത്തിലെ സമീപനത്തിലേക്ക് തിരിച്ചു പോകണം. വർഗീയതയ്ക്കെതിരായി നെഹ്റു ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിന് തന്നെ ഒരു പഴയ കാലമുണ്ട്. ആ കാലത്തെ
BJP യും കൂട്ടരും ഭർഷിക്കുകയാണ് നെഹ്റുവിൻ്റെ കാലഘട്ടത്തെ ഭർഷിക്കുന്ന, അതിനെതിരായിട്ട് തീക്ഷ്ണമായ വിമർശനം ഉന്നയിക്കുന്ന BJP നേതാക്കന്മാരുടെയും സംഘപരിവാർ നേതാക്കന്മാരുടെയും ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കന്മാരും സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിക്കുന്നു എന്ന് പറയുന്നത് അവരെ വിമർശിക്കലാണോ, ആക്ഷേപിക്കലാണോ, പരിഹസിക്കലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസ് നേതാക്കന്മാർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വർഗീയതയുമായി കോംപ്രമൈസ് ചെയ്യുന്ന ഈ സമീപനം പാടില്ല എന്ന VM സുധീരൻ്റെ വിമർശനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? BJPയുടെ സാമ്പത്തിക നയങ്ങളെ വിമർശിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി BJP പിന്തുടരുന്ന സാമ്പത്തിക നയം തന്നെയാണ് മുമ്പ് നരസിംഹറാവു മൻമോഹൻ സിംഗും പിന്തുടർന്നത് എന്ന BJP നേതൃത്വത്തിൻ്റെ മറുപടി, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്വയംവിമർശനത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് നേതാക്കന്മാർ ആലോചിക്കുമോ? ഇത് VM സുധീരനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. വേറൊരു കാര്യം, നമ്മൾ നേരത്തെ KC വേണുഗോപാലിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ വലിയൊരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ചർച്ചകളുണ്ട്. അദ്ദേഹം ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ അത് BJPക്ക് ഒരു അധിക സീറ്റ് ഇപ്പം നിലവിൽ ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിലേക്ക് കൊടുക്കുന്നതായിരിക്കും എന്നുള്ള, അതിനെ എങ്ങനെയാണ് കാണുന്നത്? KC വേണുഗോപാലിൻ്റെ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് കിട്ടും എന്നുള്ള സാധ്യതയുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ അങ്ങനെ ഒരു അത്യാഹിതം അവിടെ നിന്ന് KC വേണുഗോപാലിനെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചുകൊണ്ട് BJPക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു രാജ്യസഭാ സീറ്റ് കിട്ടി. രാജ്യസഭയിൽ ഇപ്പോൾ ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് ഭൂരിപക്ഷത്തിൻ്റെ അടുത്തേക്ക് നടക്കാനുള്ള ഒരു സാധ്യത അത് ആലപ്പുഴയിലെ വോട്ടർമാർ നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അങ്ങനെ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നൊരു സീറ്റ് BJPക്ക് കൊടുക്കാൻ പോവുകയാണ് എന്ന് KC വേണുഗോപാലിനെതിരായിട്ട് നടക്കുന്ന പ്രചരണം ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അവിടെ പരാജയപ്പെടുന്നതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വേറൊന്ന്, കേരളത്തിൽ BJPയുടെ സാധ്യത എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രി അത് ഇന്നും പറഞ്ഞു, 2ാം സ്ഥാനത്ത് പോലും ഒരു മണ്ഡലത്തിലും BJP കേരളത്തിൽ ഉണ്ടാവില്ല എന്ന്. പക്ഷെ അതേ സമയത്ത് തന്നെയാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, തിരുവനന്തപുരത്ത് എന്തിനാണ് ഇടതുപക്ഷത്തിനൊരു സ്ഥാനാർത്ഥി, രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹം തമ്മിലാണ് മത്സരം എന്നുള്ള തരത്തിൽ. കേരളത്തിൽ BJPയുടെ ഒരു വളർച്ചയാണോ, അല്ലെങ്കിൽ അതിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റും? കേരളത്തിൽ വളരാൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെത് മതേതര മനസ്സാണ്. അത് കേരളത്തിൻ്റെ ആരാധനയിൽ പോലും ഉണ്ട്. അയ്യപ്പനെ കാണാൻ പോകുന്നതിന് മുമ്പ് വാവരെ കണ്ട് നമിച്ചിട്ട് വേണം പോകാനെന്നാണ് അയ്യപ്പൻ നൽകിയിട്ടുള്ള ആജ്ഞ. ഒരു CSI പള്ളിയിൽ കഴിഞ്ഞ ദിവസം റമദാനുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നടത്താൻ മുസ്ലിങ്ങൾക്ക് ആ പള്ളി മുഴുവൻ വിട്ടുകൊടുത്ത അനുഭവം കേരളത്തിലുണ്ട്. മരണശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ യാദൃച്ഛികമായ ഒരു സാഹചര്യത്തിൽ ഫിസിക്കലി ചലഞ്ചഡായിട്ടൊരു കുട്ടിയുടെ ഒരു അറിയാതെ കൈതട്ടിയിട്ട് ഉണ്ടായൊരു മരണമാണ് സൗദി അറേബ്യയിൽ. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു അവിടുത്തെ നീതിന്യായ സംവിധാനം. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ 34 കോടി രൂപ കൊടുക്കണം എന്ന് വന്നപ്പോൾ കേരളം അതിനകത്ത് 23 കോടി രൂപയും കേരളത്തിൽ നിന്ന് തന്നെയാണ്. സമ്പന്നരും ദരിദ്രരുമായ മലയാളികൾ അതിനകത്ത് എല്ലാ മതത്തിലും പെട്ടവരുണ്ട്. അപ്പോൾ വ്യത്യസ്തമായൊരു കേരളം ഉണ്ട്. കേരള സ്റ്റോറി വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്ന കേരളമല്ല യഥാർത്ഥ കേരളം എന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. അപ്പം അത്തരത്തിലുള്ള കേരളത്തിൽ BJPക്ക് വളരാൻ കഴിയില്ല. അവർക്ക് യാദൃച്ഛികമായി UDFൻ്റെ സഹായത്തോടു കൂടി നിയമ സീറ്റിൽ ഒരു തവണ ജയിക്കാൻ കഴിയും. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ മുമ്പ് ഓരോ തെരഞ്ഞെടുപ്പിലും നടന്ന വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാണ്. BJPയുടെ ആ വിജയത്തിന് പിന്നിൽ UDFൻ്റെ സഹായമാണ് ഉണ്ടായിരുന്നത്. 1991 കരുണാകരൻ അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു BJPക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി, കരുണാകരന് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ നമ്മളിപ്പോൾ ചർച്ച നടത്തുന്നത് കോഴിക്കോട് ഇരുന്നിട്ടാണ്. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും ലീഗും BJPയും കോൺഗ്രസും കൂടെ സഹകരിച്ച ഒരു അനുഭവം 1991 പക്ഷേ വടകര രത്നസിംഗ് ജയിച്ചില്ല. BJPയുടെ പിന്തുണയോടുകൂടി, കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി, ലീഗിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച സ്വതന്ത്രം ജയിച്ചില്ല. KP ഉണ്ണികൃഷ്ണനാണ് ജയിച്ചത്. ബേപ്പൂരിൽ മാധവൻകുട്ടി വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രതിനിധി, അതായിരുന്നു BJPക്ക് അസംബ്ലിയിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി കരുണാകരനും
അതുപോലെ തന്നെ ലീഗും BJP കൂടെ ആലോചിച്ച് തീരുമാനിച്ച് അദ്ദേഹം ജയിച്ചില്ല. LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്, എനിക്ക് തോന്നുന്നു TK ഹംസയാണെന്ന് തോന്നുന്നു ജയിച്ചത്. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം കേരളത്തിലുണ്ട്. അതിന് സമാനമായ എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് BJP ചിന്തിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേരളത്തിൽ BJPക്ക് 2ാം സ്ഥാനത്ത് പോലും വരാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കൗതുകരമായ കാര്യം ശശി തരൂർ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹവും പിന്നെ ചന്ദ്രശേഖരനും തമ്മിലാണ് മത്സരമെന്ന്. അങ്ങനെ പറയാൻ അദ്ദേഹത്തിനൊരു താല്പര്യം ഉണ്ടാവും. കാര്യം അവർക്ക് പൊതുവായ ചില ഘടകങ്ങളുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചവരാണ്, ഹൈഫൈ ആളുകളാണ്. അതിന് പുറമേ വർഗപരമായി അവർക്കൊരു പ്രത്യേകത, രണ്ടുപേരും കോടീശ്വരന്മാരാണ്. അപ്പോൾ കോടീശ്വരന്മാരായ 2 സ്ഥാനാർത്ഥി, UDFിൻ്റെ സ്ഥാനാർത്ഥിയും NDAയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കുമ്പോൾ ജനകോടികളുടെ ഒരു സ്ഥാനാർത്ഥിയാണ് പന്ന്യം രവീന്ദ്രൻ. അവിടെ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഈ 2 കോടീശ്വരന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജനകോടികളുടെ പിന്തുണയുള്ള പന്ന്യം രവീന്ദ്രൻ ജയിക്കാനുള്ള സാധ്യതയാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മിക്കവാറും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പന്ന്യം രവീന്ദ്രൻ്റെ വിജയവാർത്തയായിരിക്കും വരിക. തിരുവനന്തപുരം മണ്ഡലത്തിൽ മുമ്പ് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആളാണ് പന്ന്യം രവീന്ദ്രൻ. അത് കേരള രാഷ്ട്രീയത്തിൻ്റെ അഭിമാനകരമായൊരു നിമിഷമായിട്ട് മാറാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വേറൊന്ന്, ഇന്നും കുറച്ചു കാലം ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച അന്നു മുതൽ KK ശൈലജ ടീച്ചർക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അധിക്ഷേപങ്ങൾ നടക്കുന്നത്. അത് നമ്മൾ പരസ്യമായിട്ട് പറയാൻ പോലും അല്ലെങ്കിൽ ആർക്കും കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കമൻറ്റുകൾ, ചിത്രങ്ങളൊക്കെയാണുള്ളത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഒരു വനിത എന്നുള്ളതിനപ്പുറത്ത് ഇത്രയും കാലം പൊതുപ്രവർത്തന പരിചയമുള്ള ഒരു ആളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിനെ കുറിച്ച്. KK ശൈലജ ടീച്ചർക്കെതിരായിട്ട് നടന്നിട്ടുള്ള ഈ സൈബർ ആക്രമണം കേരളീയ സമൂഹത്തിന് അവമാനകരമാണ്. കേരളത്തിന് ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ക്രിമിനൽ മനസ്സുകളുള്ള ചില സൈബർ ഗൂണ്ടകൾ UDFിന് വേണ്ടിയും സംഘപരിവാറിന് വേണ്ടിയും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് പേരെ വിലക്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ചില സ്വതന്ത്രമെന്ന് കരുതപ്പെടുന്ന ചില ചാനലുകൾ ഇപ്പം ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ പ്രമുഖരുടെ ഇൻ്റർവ്യൂ എല്ലാം കൊടുത്തിട്ട് അവരുടെ ഒരു മൗത്ത് പീസായിട്ട്, അവരുടെ ഒരു മെഗഫോണായിട്ട് മാറിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഇത് കാണുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇത് ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് ബോധപൂർവമാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ ഒരു വിജയം നേടിക്കൊടുക്കാൻ കഴിയുന്ന, കേരളവും ഇന്ത്യയും ലോകവും ശ്രദ്ധിക്കുന്ന ഒരു നേതാവാണ് ശൈലജ ടീച്ചർ. അപ്പോൾ അതിൽ പരിഭ്രാന്തരായി എന്ത് വിധേനയും ശൈലജ ടീച്ചറെ കരിവാരി തേച്ച് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷീണം ശൈലജ ടീച്ചർക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ചർച്ച ചെയ്യാൻ കഴിയാത്തത്ര മ്ലേച്ഛമായ പ്രചാരണം മോർഫ് ചെയ്ത ചിത്രങ്ങളെല്ലാം വെച്ചിട്ട് നടത്തിയതായി ഞാൻ മനസ്സിലാക്കുന്നു. അത് യഥാർത്ഥത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൻ്റെ നിമിഷമാണ് ഇത്തരത്തിലുള്ള ശൈലജ ടീച്ചർക്കെതിരായിട്ട് നെറികെട്ട ഈ പ്രചരണ രീതികൾ പിന്തുടരാനുള്ള UDFിൻ്റെ തീരുമാനം അവരുടെ പരാജയ സമ്മതമാണ്. ഇത് മറ്റു തരത്തിൽ കൂടി കാണണം. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതിനെ ഇഷ്ടപ്പെടാത്ത പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ ഒരു മനോവൈകൃതം കൂടി ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അല്ലാതെയും വരുന്ന വനിതാ പൊതുപ്രവർത്തകർക്കെതിരായി ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് പോയപ്പോൾ അവിടെ എല്ലാവർക്കും അറിയാവുന്ന പിന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ, യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായ ചിന്താ ജെറോം ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കോൺഗ്രസിനും UDFിനും ഒക്കെ എതിരായിട്ടുള്ള ചുട്ട മറുപടി നൽകിക്കൊണ്ട് ആ ചർച്ച ഏതാണ്ട് സമാപിച്ച ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഞങ്ങളെ ഇത്തരത്തിൽ പിന്നെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യും, ഞങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങൾ മറുപടിയെല്ലാം പറയും, ഞാനത് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി ഒരു വാഹനം വന്നിട്ട് ഇടിക്കുകയാണ്. അതീവ മാരകമായിട്ടുള്ള ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഇന്നും 2ാമത്തെ ദിവസമാണ്. ഇന്നും അവിടുത്തെ കൊല്ലത്തെ ആശുപത്രിയിൽ MRI സ്കാനും മറ്റും എടുത്തു. 2 ദിവസത്തെ ചികിത്സയ്ക്കും പരിചരണത്തിനും ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഡിസ്ചാർജ് ചെയ്തേക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം പലതരത്തിലുള്ള ആക്രമണങ്ങൾ മഹിളാ പ്രസ്ഥാനത്തിൻ്റെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും, പ്രത്യേകിച്ച് അവർ സ്ത്രീകളാണെങ്കിൽ
അവർക്കെതിരായി നടത്തുന്ന വികൃതമായൊരു മനസ്സ് കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾക്കുണ്ട്. ഇതിന് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതുണ്ട്. ഇതിനെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം എന്നാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, അതിന് മാധ്യമങ്ങൾ എങ്ങനെ, അതായത് ശൈല ടീച്ചർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അതേപോലെ തന്നെ ചിന്താ ജെറോമിനെതിരായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു കായികപരമായിട്ടുള്ള ഒരു കാർ ഇടിപ്പിച്ച സംഭവം, ഈ രണ്ട് സംഭവങ്ങളെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ അത് ചർച്ച ചെയ്തോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതായത് അത് നേരെ ഇപ്പോഴാണ് സംഭവിച്ചിരുന്നെങ്കിൽ അത് കെ ശൈല ടീച്ചർ UDF സ്ഥാനാർത്ഥിയായിരിക്കും, ചിന്താ ജെറോം ഒരു UDFൻ്റെ പ്രവർത്തകയായിരിക്കെങ്കിൽ ഇങ്ങനെയായിരിക്കുമായിരുന്നോ മാധ്യമങ്ങളിലെ ചർച്ചകൾ ഉണ്ടാവുക? അങ്ങനെ ഒരു വേർതിരിവ് മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. ഇത്തരം ആക്രമണം മുഖ്യമായിട്ട് നടക്കുന്ന ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. വലതുപക്ഷത്തു നിന്നുള്ളവരാണെങ്കിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സമീപനം മറ്റൊന്നാകുമായിരുന്നു. അതുകൊണ്ട് വനിതകൾക്ക് നേരെയുള്ള ആക്രമണമുണ്ട്. അത് ഇടതുപക്ഷത്തുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അത്തരം ആക്രമണങ്ങൾ വളരെ വളരെ ക്രൂരമാണ്. നേരത്തെ ശ്രീമതി ടീച്ചർക്കെതിരായിട്ട് ഇതുപോലുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു. സഖാവ് TN സീമയ്ക്കെതിരായിട്ട് ഇതുപോലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. സഖാവ് സിന്ധു ജോയി SFI പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മനോവൈകല്യം ഇതിനകത്തുണ്ടെന്ന് മാത്രമല്ല, അതിനകത്ത് ചില രാഷ്ട്രീയമായ പരിഗണനകളുമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ ആരെങ്കിലും വന്നാൽ അവരെ സംഹരിച്ചേ തീരൂ എന്നുള്ള വൈരാഗ്യ മനസ്ഥിതി നമ്മുടെ സമൂഹത്തിലെ ചില മനോവൈകല്യം ബാധിച്ചു വരുന്നേ ഞാൻ അവരെക്കുറിച്ച് പറയുന്നുള്ളൂ. അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ഒന്ന് ഇത്തരം മുഖ്യധാര മാധ്യമങ്ങൾക്ക് ബദലായിട്ട് ഇപ്പോൾ നമ്മൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ രവീഷ് കുമാർ ഒറ്റയ്ക്ക് ഒരു യൂട്യൂബ് ചാനലായിട്ട് പോകുന്നു, ധ്രുവരാട്ടിയുടേത്. അങ്ങനെ അത്തരം ചില ബദലുകളുടെ ഒരു സാധ്യതകൾ എങ്ങനെയാണ് ഇത്തരം, അതായത് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും ഒരു തരത്തിൽ വലതുപക്ഷവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരം സ്വതന്ത്ര മാധ്യമങ്ങളുടെ ഒരു അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ ഒരു പ്രസക്തി എങ്ങനെ കാണുന്നു? ബദലുകൾക്ക് വളരെ വലിയ പ്രസക്തിയുണ്ട്. വലുതും ചെറുതുമായ ബദലുകൾ ഉണ്ടാവണം. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളോട് കിടപിടിക്കാവുന്ന കൈരളി ചാനലിനെ പോലുള്ള ബദലുണ്ട്. നമുക്കറിയാം ന്യൂസ് ക്ലിക്ക് ശക്തമായൊരു ബദലായിരുന്നു. അതിന് നേരെ നരേന്ദ്രമോദി ഗവൺമെൻറ് നീങ്ങുകയുണ്ടായി. പ്രണോയ് റോയിയുടെ ചാനൽ അത് വളരെ വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ബാലൻസ് നിലനിർത്തുന്ന ഒരു സ്വതന്ത്ര ചാനലായിരുന്നു. അത് അദാനി വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭീഷണി, ബലപ്രയോഗം, ആക്രമണം, വിലയ്ക്ക് വാങ്ങൽ, ഇതെല്ലാം മാധ്യമരംഗത്ത് നടക്കുന്നുണ്ട്. ഗോദി മീഡിയ എന്നൊരു പ്രയോഗം തന്നെ നരേന്ദ്രമോദിയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എന്നൊരു പേര് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ബദലുകൾ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. സത്യം പറയുന്ന ബദൽ, ആൾട്ട് ന്യൂസ് എന്ന് പറയുന്ന ഒരു ബദൽ, ഇതിനെല്ലാം എതിരായിട്ട് ആക്രമണം വരുന്നുണ്ട്. ആ ആക്രമണങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ സിദ്ധാർത്ഥ വരദരാജനെ പോലുള്ള ആളുകളുണ്ട്, മറ്റേ P സായിനാഥനെ പോലുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. ഒരുപാട് ബദലുകൾക്കുള്ള സാധ്യത മാത്രമല്ല, അത്തരം ബദലുകൾ ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ മാധ്യമ രംഗത്ത് ബദലുകൾ വേണം. അത്തരം ബദലുകളെ പിന്താങ്ങാനും സഹായിക്കാനും ഒപ്പം ഐക്യദാർഢ്യ മനോഭാവത്തോടു കൂടി നിൽക്കാനുമുള്ള സന്നദ്ധത നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് അഭിഭാഷകർ, വിരമിച്ച കുറേ ജഡ്ജിമാർ, അവരൊക്കെ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ജുഡീഷ്യറിയുടെ ഒരു വിശ്വാസ്യതയെ കാണുന്നത് പുതിയ കാലത്തെ? ജുഡീഷ്യറിയുടെ മേൽ സമ്മർദ്ദമുണ്ടാവുന്നത് ഒന്നുകിൽ ജുഡീഷ്യറി അഴിമതിക്ക് കൂട്ടുനിൽക്കുമ്പോൾ അഴിമതിയിലൂടെയുള്ള സമ്മർദ്ദം ഉണ്ടാവാം, ഭരണാധികാരികളുടെ സമ്മർദ്ദം ഉണ്ടാകാം. ഇപ്പോൾ കുറേ പേര് ജുഡീഷ്യറിക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നത് എന്താ? ചില ജഡ്ജ്മെൻറ്റുകൾ വരുമ്പോൾ അതിനെ ശ്ലാഘിക്കുന്നു, ചില ജഡ്ജ്മെൻറ്റുകൾ വരുമ്പോൾ അതിനെ വിമർശിക്കുന്നു. അപ്പോൾ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ സമൂഹം, മാധ്യമങ്ങൾ വിമർശനപരമായി വിലയിരുത്തുന്നതാണ് സമ്മർദ്ദം ഈ ജഡ്ജിമാരുടെ ദൃഷ്ടിയിൽ. അതെങ്ങനെ സമ്മർദ്ദമാവുന്നത്? ഈ സമൂഹത്തിൽ ഏതൊരാളെയും പോലെ ജഡ്ജ്മെൻറ്റുകളും നിരൂപണ വിധേയമാവേണ്ടതാണ്. ജഡ്ജ്മെൻറ്റുകൾ അബദ്ധ ജഡ്ജ്മെൻറ്റുകൾ വരാറുണ്ട്. അയോധ്യ കേസിൽ വന്ന ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പ്രതികരിക്കുകയാണ്. അയോധ്യ കേസിൽ ബാബറി മസ്ജിദ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞത് കുറ്റം, അത് കുറ്റമാണ്. എന്നിട്ട്
ആ സ്ഥലം കുറ്റം ചെയ്തവർക്ക് കൈമാറുന്നു. ഇതല്ലേ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അന്ന് പ്രമേയം പാസ്സാക്കി. വേർഡിക്റ്റ് പ്രൊനൗൺസ്ഡ് ബട്ട് ജസ്റ്റിസ് നോട്ട് ബീയിങ് ഡൺ. വിധി വന്നു, പക്ഷെ നീതി പൂർവകമായിരുന്നില്ല വിധി. അങ്ങനെ വിമർശിക്കാൻ ജനാധിപത്യ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് തന്നെ കേസ് കൊടുത്തു. എത്ര കാലമാണ് സുപ്രീം കോടതി ഇത് ഹിയറിങ്ങിനെടുക്കാതെ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരുന്നത്? ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു, വേണമെങ്കിൽ കോട്ട ലക്ഷ്യത്തിന് എന്നെ സുപ്രീം കോടതി പിടിച്ച് വിചാരണ ചെയ്യട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒറ്റ നോട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമല്ലേ? അത് ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചിട്ട് എന്ന് തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഇപ്പം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നടപ്പാക്കാൻ അമിത്ഷാ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് സുപ്രീം കോടതി പറയണമായിരുന്നു, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഞങ്ങൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്, പരിഗണനയിലിരിക്കുമ്പോൾ ഇത് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയണമായിരുന്നു. പറയുന്നില്ല. അപ്പോൾ കോടതിയുടെ പെരുമാറ്റം സമൂഹത്തിനും മാധ്യമങ്ങൾക്കും പൗരർക്കും വിമർശന വിധേയമാക്കാൻ അവകാശമുണ്ട്. കോടതി ഒരു വിശുദ്ധ പശു അല്ല. അത് ഈ ഒപ്പുശേഖരണം നടത്തുന്ന മുൻ ജഡ്ജിമാർ മനസ്സിലാക്കണം. എനിക്കറിയാം, വോറ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത രാജ്യസഭയിലെ ഒരു അംഗമായിരുന്നു ഞാൻ. വോറ കമ്മീഷൻ റിപ്പോർട്ട് ഈ നമ്മുടെ രാജ്യത്തെ മാഫിയ നെക്സസിനെ കുറിച്ച് ഉള്ള ഒരു റിപ്പോർട്ടാണ്. ഹോം സെക്രട്ടറി ആയിരുന്ന വി വോറയുടെ റിപ്പോർട്ടാണ്. അതിനകത്തൊരു വാചകമുണ്ട്, ഈ മാഫിയയുടെ പ്രവർത്തനത്തിൽ നിന്നും ഈവൻ ജുഡീഷ്യറി ഈസ് നോട്ട് ഫ്രീ ഫ്രം ദിസ് മാഫിയ നെക്സസ് എന്നാണ് എഴുതിയത്. അത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്കുള്ള ജനാധിപത്യ അവകാശം കോടതിയുടെ കാര്യം വരുമ്പോൾ പാടില്ല എന്ന് മുൻ ജഡ്ജിമാർ പറയുന്നത് അവർക്ക് എന്തൊക്കെയോ ഒളിച്ചു വെക്കാനും മറച്ചു പിടിക്കാനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബിയാണ്. താങ്ക് യു.